ഹലോ, മോട്ടിവേഷൻ കുറച്ച് കുറഞ്ഞുകൊണ്ട് വീഡിയോസ് ഇടാൻ ഇത്തിരി മടിയായിരുന്നു. അപ്പോൾ ട്രിപ്പിൻ്റെ ബാക്കി വീഡിയോസ് അങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരെണ്ണം ഇടാമെന്ന്. അങ്ങനെ ഈ ഫിക്കറ്റിലേക്ക് ക്രാബിലോട്ടുള്ള ട്രിപ്പ് ആയിക്കോട്ടെ. രാവിലെ തന്നെ നല്ല കോസ്റ്റ്ലി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞങ്ങൾ ഓർത്തിട്ടോ. നല്ല വിശപ്പായിട്ട് ഒന്നും ഒഴിവാക്കിയില്ല, എല്ലാം അയച്ചു കൊടുത്തു. പക്ഷേ ഈ ഡെസേർട്ട് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അങ്ങനെ ബാഗൊക്കെ പാക്ക് ചെയ്ത് അപ്പോഴേക്കും നമ്മുടെ വണ്ടി വന്നിട്ടോ. കിട്ടില്ല വണ്ടിയായിരുന്നു. ഈ ട്രാവൽസാകെ ഹോളിഡേയ്സ് അറേഞ്ച് ചെയ്ത എല്ലാ പിക്കപ്പിനുള്ള വണ്ടികൾ സൂപ്പറായിരുന്നു. പോണ വഴിക്ക് 7-Eleven കയറി. 7-Eleven എന്ന് വെച്ചാൽ ഇവിടുത്തെ മെയിൻ സ്ഥലമാണ്. ഇവിടെ കിട്ടാത്ത ഒരു ഐറ്റം ഇല്ല. അങ്ങനെ കുറച്ച് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഡ്രൈവർ പയ്യൻ എന്ത് ചെയ്തു, ഞങ്ങളൊരു പെട്രോൾ പമ്പിൽ കൊണ്ടു നിർത്തി. അവിടെ നമുക്ക് വാഷ്റൂംസ് എല്ലാം അവൈലബിൾ ആണ്. അവിടെ ഒരു നല്ല എസ്തെറ്റിക് ആയിട്ടുള്ളൊരു കോഫി ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് ഞാനൊരു കോഫിയും ഒരു പ്രശാന്തിനെയും വാങ്ങിച്ചു. പ്രശാന്ത് എന്നല്ലേ നമ്മുടെ ക്രൊസോൺ, നമുക്ക് പ്രശാന്ത് മതി. അങ്ങനെ നമ്മൾ 2-3 മണിക്കൂർ ട്രാവൽ ചെയ്ത് ക്രാബി എത്തിയിട്ടോ. ഈ അടിപൊളി ഹോട്ടലിലാണ് കേട്ടോ ഞങ്ങളുടെ സ്റ്റേ. ഗ്ലോ എന്നാട്ടോ ഈ ഹോട്ടലിൻ്റെ പേര്. അടിപൊളി റൂമായിരുന്നു. പിന്നെ നോ സ്മോക്കിംഗ് എന്ന് എഴുതിയേക്കുന്ന പോലെ നോ ഡൂറി എന്ന് എഴുതിയേക്കുന്നുണ്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതിന് ഭയങ്കര മണമാണ്. റൂം മൊത്തം മണവും. നമ്മൾ ഈ ചക്കപ്പഴമൊക്കെ ഉള്ള സമയത്ത് ആ ഏരിയ മൊത്തം മണമാക്കില്ലേ, അതുപോലെ. പിന്നെ ഞങ്ങളുടെ വ്യൂ ഇതാട്ടോ. അപ്പോൾ നിങ്ങൾ ഓർക്കും ഇതെന്താ കുളിസിയും പിടിക്കലാണോ? അല്ലല്ല. ലാസ്റ്റ് ഒരു കോൺട്രവേഴ്സിയായ ഇൻ്റർവ്യൂവില്ലേ, അതിലേപോലെ ഞങ്ങൾ ആ ടൈപ്പൊന്നും അല്ല കേട്ടോ. അങ്ങനെ നല്ല ടയേർഡായതുകൊണ്ട് ഞങ്ങളൊരു തീരുമാനം എടുത്തു, നമുക്കൊരു സ്പായിന് പോകും. അതൊരു മികച്ച തീരുമാനമായിരുന്നു കേട്ടോ. അങ്ങനെ അത്യാവശ്യം കിടിലൊരു സ്ഥലം ഞങ്ങൾ നടന്ന് കണ്ടുപിടിച്ചു. ലെറ്റ്സ് റിലാക്സ് എന്നാണ് അതിൻ്റെ പേര്. അങ്ങനെ ചെന്നപ്പോൾ തന്നെ ഇടാൻ സ്ലിപ്പറൊക്കെ തന്നു കേട്ടോ. പിന്നെ ഒരു നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ജ്യൂസും കിട്ടി. അങ്ങനെ സ്പായൊക്കെ കഴിഞ്ഞ് ഈ ചീപ്പ് ഉണ്ട്, അത് ഞാൻ അങ്ങ് അടിച്ചു മാറ്റി. അല്ല കേട്ടോ, ഇത് നമുക്ക് സ്വന്തമായിട്ട് ആക്ച്വലി എടുക്കാം. പിന്നെ റെഡിയായി വന്നപ്പോൾ ഈ സൂപ്പർ ഫ്ലേവേർഡ് ആയിട്ടുള്ളൊരു കിടിലൻ കട്ടനും കിട്ടി കേട്ടോ. കട്ടൻ ചായ കൂടെ ഈ കോക്കനട്ട് റോളും. അതിന് എന്നാ ടേസ്റ്റായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഈ കോക്കനട്ട് ഫ്ലേവേർഡുള്ള ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വീട്ടിലേക്കും ഒരു ബോക്സ് ഞങ്ങൾ അടിപൊളിയായിട്ട് ഞങ്ങൾ ഇറങ്ങി. എന്നിട്ട് റൂം പോയി ഡ്രസ്സൊക്കെ മാറിയേ. പിന്നെ ഫുഡ് അടിക്കാമെന്ന് ഓർത്തു രാത്രിത്തെ. അങ്ങനെ ഞങ്ങളൊരു ചൂട് സൂപ്പ് നൂഡിൽസ് ആകാമെന്ന് ഓർത്തു. സൂപ്പറായിരുന്നു കേട്ടോ. ഇവിടുത്തെ ഫ്ലേവേർഡ് ആയിട്ടുള്ള സൂപ്പ് നൂഡിൽസ് വേറെ ലെവലാണ്. അങ്ങനെ അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. ഇനി ബാക്കി വീഡിയോ അടുത്തതിൽ കാണാം. ഓക്കെ, ബൈ.